അപ്പച്ചി എന്താണ്? ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ. അവിടെ ഇരുന്ന് ആലോചിച്ചു. ഞാൻ എന്താ ആലോചിച്ചെന്ന് ചോദിക്ക്. എനിക്കറിയാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. ഞാൻ ചോദിക്കാ, നീ ഇരിക്കടി. അല്ല അപ്പച്ചി എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? എനിക്ക് മുറിയിൽ വരാൻ പാടില്ലേ? എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവൂലോ? അതൊന്നല്ല, എന്നാ നിന്റെ നെയിൽ പോളിഷ് ഉള്ളു തീർത്തല്ല, തിന്നാ. ഞാൻ അത് തിന്നിട്ടുമില്ല തൊട്ടിട്ടുമില്ല. എന്ത് മാട്ട കളറടി ഇത്. നിനക്കൊരു കളർ സെൻസ് ഇല്ലാട്ടാ. അപ്പച്ചിക്ക് നല്ലതൊന്നും പിടിക്കില്ല, അതെന്റെ കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒന്ന് രണ്ടും പറഞ്ഞോണ്ടിരിക്കാണ്ട് ഞാൻ എന്താ ആലോചിച്ചെന്ന് ചോദിക്ക്. മുത്തെന്താ ആലോചിച്ചേ പറ. ഞാൻ ഉറങ്ങി പോവും. അപ്പച്ചി, ഈ വീട്ടില് നമ്മള് 4 പിള്ളേരില് പുണ്ണിനെ വിട, അവൻ ചെറുതാ. നമ്മള് 3 പിള്ളേരില് ഏറ്റവും കുറവായിട്ട് അച്ഛനും അമ്മയും പൈസ ലാക്കിയേക്കുന്ന എനിക്ക് വേണ്ടിയിട്ടാണ്. ഡി നിനക്കല്ലേടി മേക്കപ്പ് സാധനങ്ങൾ കൂടുതൽ മേടിച്ചു തരാറ്? എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരാറുണ്ടോ? മേക്കപ്പിന്റെ കാര്യം ഇവിടെ ആര് പറഞ്ഞു? ഞാൻ ഈ വിദ്യാഭ്യാസവും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പഠിക്കാനും ഇഷ്ടമല്ല, അതിനിപ്പോ അച്ഛനും അമ്മ എന്ത് ചെയ്യാനാ? പഠിക്കാൻ ഇഷ്ടണ്ടായില്ലേ? ചുമ്മാ പറയാ അപ്പച്ചി, എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവള് പറഞ്ഞ ശരിയാണല്ലോ. അതെന്താണ് അങ്ങനെ? അപ്പച്ചി ഇവക്ക് പഠിക്കാനൊരു കഴിവുണ്ടായില്ല, പിന്നെ അച്ഛനും അമ്മനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി കാശ് മുടക്കിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിലേ ഇത്രയ്ക്ക് ബുദ്ധിയുള്ള ചേച്ചിക്ക് ഇത്രയും കാശലാക്കിയിട്ട് വല്ല കാര്യം ഉണ്ടായോ? വെറുതെ വീട്ടിൽ കുത്തി ഇരിക്കുമല്ലോ വിളവൊക്കെ എടുത്തോണ്ട്. അതും ശരിയാണല്ലോ. നിനക്ക് വേണ്ടി കാശ് മുടക്കിയിട്ട് നീ വെറുതെ ഇരിക്കല്ലേ? അപ്പച്ചിക്ക് മോൾക്കേ എന്റെ അടുത്ത് നല്ല അസൂയാന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിദ്യാഭ്യാസവും കഴിവുള്ളതിന്റെ കുശുമ്പല്ലേ. കാക്കാശിന് ഗതിയില്ല, അഹങ്കാരത്തിന് കുറവില്ല. എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, അത് മതി. രണ്ടും കൂടി വളർന്നു കൊണ്ട് നല്ലപോലെ കൊണ്ട്. കൃഷ്ണ, അല്ലെങ്കിൽ പണ്ടേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചേച്ചിക്കും ചേട്ടനോടും നിന്നൊരു താല്പര്യക്കുറവുണ്ട്. ആണോ? അപ്പോഴേ തോന്നി. നീയേ ഒരു കാര്യം ചെയ്യും, നിന്നെ പഠിപ്പിച്ച കണക്കും അവരെ പഠിപ്പിച്ച കണക്കുമില്ലേ, നീ നിന്റെ കൈ വേണം. എന്നിട്ട് ആ കണക്ക്, ആ ചെലവായ കാശില്ലേ, അത് നീ കാൽക്കുലേറ്റ് ചെയ്ത് നീ തിരിച്ചു മേടിക്കണം. മേടിക്കപ്പച്ചി, ഉറപ്പായിട്ട് മേടിക്കും. മസാജ് ചെയ്തിട്ടാ വേണ്ട, ഉറങ്ങിപ്പോവും ഞാൻ. മുത്തല്ലേ എന്റെ പൊന്നെ, എനിക്ക് നിന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എന്റെ പൊന്നു മോളൂസേ. നീ ആരാടാ മോളൂസേന്ന് വിളിച്ചത്? മോളൂസേന്ന് നീ ആരാ വിളിച്ചതെന്ന്? അത് നമ്മുടെ മറ്റേ അപ്പുറത്തെ ചിറ്റയുടെ മോളില്ലേ, മാളൂസ്. അവള് മെസ്സേജ് അയച്ചാ ചേട്ടന്റെ ഇന്ന് എന്തോ PSC ഇടക്ക് അറിയാൻ വേണ്ടി. ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, ഒരു പെണ്ണിനെ വളയ്ക്കാനേ മാക്സിമം 2-3 ഡയലോഗെങ്കിലും പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊള്ളത്തില്ലേ? കൊള്ളത്തില്ല. ഞാൻ നിന്നെ പഠിപ്പിക്കാം. പഠിപ്പിക്കാടാ. സഞ്ജുടാ, നിന്നെ അമ്മ അവിടെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നെ എന്തിന്? എന്തിനാന്ന് എനിക്ക് അങ്ങനെ അറിയാം. എല്ലാത്തിനും അവിടെ കിടന്ന് സഞ്ജു എന്ന് വിളിച്ചോണ്ടിരിക്കുമല്ലോ. ചെല്ല്, വിളിക്കുന്നു. അമ്മയാ? എന്റെ അടുക്കളയിൽ നിന്റെ അമ്മ കുറെ പ്രാവശ്യം ആയിട്ട് വിളിക്കുന്നു. നീ വന്നേ. നീ എന്തിനാ തിരിച്ചു വന്നത്? പിന്നെ ഇപ്പൊ ഇങ്ങ് വരാൻ പറഞ്ഞ എന്നോട്. എടാ, ഞാൻ അമ്മയാ ഇങ്ങോട്ട് വിളിച്ചത്. നീ അങ്ങോട്ട് പോ, അമ്മ ഇങ്ങോട്ട് വാ, അതാ ഉദ്ദേശിച്ചത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ അവനെ ഒഴിവാക്കി അമ്മയെ ഇവിടെ പിടിച്ചിരുത്തിയത്. എന്ത് കാര്യ? നമ്മുടെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വണ്ടിക്ക് എന്നാ പറ്റിയടാ? വണ്ടിക്കൊന്നും പറ്റിയില്ല, പക്ഷെ ഒരു 10-85 വയസ്സുള്ള ഒരാളുടെ മേത്ത് വണ്ടി ചെറുതായിട്ടൊന്നും തട്ടി. ചെറുതായിട്ടല്ലേ തട്ടിയുള്ളൂ, അതൊന്നും കാര്യാക്കാനല്ലേ നീ? അങ്ങനെ വലിയ കാര്യാക്കാനൊന്നും ഇല്ലെങ്കിലും അയാളിപ്പം വെന്റിലേറ്ററില്ല. എടാ മഹാഭാവി, ഇതുവരെ ഈ വണ്ടി ആരെയും മുട്ടുവും തട്ടും ഒന്നും ചെയ്തില്ല. നീ അതും ചെയ്തോടാ, കൊണ്ട് മുട്ടിച്ചോ? അറിഞ്ഞോണ്ടാണ് മുട്ടിക്കുന്നത്, പറ്റിപ്പോയി. അതൊന്നും അല്ല പ്രശ്നം. അയാള് ചാകത്തൊന്നും ഇല്ലായിരിക്കും. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ ഈ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് 2 ദിവസം മുമ്പ് തീർന്നു പോയി. അപ്പൊ അത് അടച്ചാ നമുക്ക് കുഴപ്പമില്ല. കൊലക്ക അമ്മ, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ട് ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ കൊലക്കുറ്റവാ. അപ്പൊ ഞാൻ ജയിലിൽ പോയി കിടക്കണമെന്നോ? അമ്മ കിടക്കണ്ട, പക്ഷെ അതിന്റെ ഉടമസ്ഥ കിടക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞ, ഞാൻ കിടക്കണോന്ന് ചോദിച്ചത് ഉടമസ്ഥ ഞാനല്ലേ. ഞാനുള്ളപ്പോ അമ്മ എങ്ങനെ കിടക്കാൻ സമ്മതിക്കൂ?
അവനൊരു പ്രതിവിധിയുണ്ട്. എന്താണ് അവന്? ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആ. ഇത് ഈ വീട്ടില് ഞാനും അമ്മയും അല്ലാണ്ട് ഒരു ഒറ്റ ഈച്ച പോലും അറിയരുത്. ഇവിടെ പുഷ്പയും സരിതയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കേട്ടാലുണ്ടല്ലോ ആകെ നാശക്കോട്ടയാക്കും. എടാ ചെറുക്ക, ഞാൻ ഇതൊക്കെ ആരോടെങ്കിലും പറയുവോ? എന്താ പ്രതിവിധി എന്ന് പറ. അമ്മയുടെ പേരിലല്ല വണ്ടി നിങ്ങൾ വരുത്തി തീർക്കണം. അപ്പൊ ഈ വണ്ടി ഞാൻ നിന്റെ പേരിൽ എഴുതി തന്നാ മതിയോ? എന്റെ പേരിലേക്ക് മാറ്റിയാ എന്റെ പേരിലാകും കുറ്റം. ഞാനകത്ത് പോയി കിടക്കേണ്ടി വരും. ശോ, ഇപ്പൊ എന്ത് ചെയ്യൂടാ? ഇപ്പൊ അമ്മയെ ജയിലിലോട്ട് അയക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. അമ്മ ഒരു പണി ചെയ്യും, എന്റെ പേരിലോട്ട് മാറ്റിക്കോ. എന്തോ ആവട്ടെ, ഞാൻ വരുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. ഞാൻ അകത്ത് പോയി കിടന്നോളാം. എനിക്ക് വേണ്ടി നീ ജയിലിൽ പോവാൻ സമ്മതിച്ചല്ലോ, സന്തോഷായി. സന്തോഷം. അല്ലടാ, ശോ, എന്നെ ആ, എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ജയിലിൽ പോകണ്ടല്ലോ എന്ന്. ആ, വയസ്സാം കാലത്ത് ഇനി ജയിലിലൊന്നും പോകാൻ മേല. അമ്മ പേടിക്കണ്ട. അമ്മയുടെ മകൻ ജീവനോടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ജയിലിൽ കിടക്കേണ്ടിയൊന്നും വരത്തില്ല. എനിക്കറിയാം എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ പോയിട്ട് ഇത് പേര് മാറ്റാനുള്ള ഫോം ഒക്കെ ഉണ്ട്, ആ അതൊക്കെ മേടിച്ചോണ്ട് വരാം. ഇതിനിടയ്ക്ക് ആ ഇവിടുത്തെ ഒരു മനുഷ്യരും ഇത് അറിയരുത്. എന്റെ കുഞ്ഞെ ഞാൻ ഇത് ആരോട് പറയില്ല. ഒന്നുകൂടെ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഈ പുഷ്പയുടെ ഒക്കെ ചെവിയിലെങ്ങാനും ഞാൻ അകത്ത് പോകുന്നെങ്ങാനും അറിഞ്ഞാ അവൾ ഇവിടെ കിടന്ന് ബഹളം വെക്കും, നാട്ടുകാർ മുഴുവൻ അറിയും, പോലീസുകാർ വന്ന് നമ്മെ പിടിച്ചോണ്ടു. ഞാൻ പറയില്ല പൊന്നു. കേട്ടല്ലോ? ഉറപ്പാണല്ലോ? ഉറപ്പാടാ, ഉറപ്പ്. അപ്പൊ ഞാൻ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വരാം കേട്ടോ. എന്നെ അമ്മയും കുമ്മയെന്ന് വിളിച്ചൊന്നും ചുമ്മാ നോണ പറയല്ലേ. അപ്പൊ നിന്നെ അല്ലേ വിളിച്ചത്? അല്ലേ? ഓ എടാ, എന്നാ മധുവിനെ ആയിരിക്കും. അയ്യോ, എനിക്ക് പേര് തെറ്റിപ്പോയതാന്നേ. മധു, മധു എടിയേ, എടി മധു. അച്ഛമ്മയുടെ മൂടി നിന്ന് വല്ല വട്ടുപോയാ പിടിച്ചു പോയിട്ട് ചങ്ങലക്ക് വിടും. അതൊക്കെ പോട്ടെ. അച്ഛമ്മ നേരത്തെ പറഞ്ഞു വന്ന കാര്യമില്ലേ, എന്തോന്നു? മറ്റേ വളയ്ക്കുന്ന ട്രിക്ക്. എന്തുവാടാ ഈ പറയുന്നത്? എനിക്ക് പറഞ്ഞു ഇവിടെ ഒന്ന് വളച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞാ. മാനവ മര്യാദയ്ക്കും ജീവിക്കുന്ന പെൺകൊച്ചുകളും വളയ്ക്കാൻ നടക്കുന്നു. ഒരൊറ്റക്ക് ഈറ് വെച്ചെന്നുണ്ടല്ലോ വളയ്ക്കാൻ നടക്കുന്നവൻ. എന്റെ കാര്യം